ഹലോ ഡിഎസ്, നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ആദ്യം പഠിക്കേണ്ട ഇപ്പം പഠിക്കാൻ ലേറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവരാണെങ്കിലും അതല്ല നിങ്ങൾ പഠിക്കാൻ സ്ട്രഗിൾ ചെയ്യുന്നവരും ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ആദ്യം പഠിക്കേണ്ട ക്വസ്റ്റ്യൻസിൻ്റെ ഒരു സെറ്റാണ് നമ്മളിവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല അത് നമ്മൾ നാളത്തെ അപ്പം ഇതിനകത്ത് നിങ്ങൾക്കറിയാം ഇവിടെ ലാന്തനോയിഡ് കൺട്രാക്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. DNF-ൽ അതെല്ലാവരും പഠിക്കാറുണ്ട്. പക്ഷേ ആക്ടിനോയിഡ് കൺട്രാക്ഷൻ എന്നൊരു സംഭവം ഉണ്ട്. അപ്പോൾ ഇത് ആക്ടിനോയിഡ് കൺട്രാക്ഷൻ ആണ്. കാരണം ആക്ടീനിയം തൊട്ട് ലൊറൻസിയം വരെയുള്ള ആ ഒരു സീരീസിൻ്റെ കൺട്രാക്ഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ലൂക്കാസ് റിയേജൻറ്റ്, അത് ലൂക്കാസ് ടെസ്റ്റും പഠിക്കാറാണ്. അതിൻ്റെ റിയേജൻറ്റ് പഠിക്കണം. അതിൻ്റെ ടെസ്റ്റൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ആൽക്കഹോളുകളുടെ ഡിറ്റക്ഷൻ കാര്യങ്ങൾ. പിന്നെ നിങ്ങൾക്കറിയാം യൂണിറ്റ് ഓഫ് ഫസ്റ്റ് ഓർഡർ, അത് ചോദിക്കാറുണ്ട്. ഫസ്റ്റ് ഓർഡറിൻ്റെ ഗ്രാഫ് പഠിക്കണം, ഫസ്റ്റ് ഓർഡറിൻ്റെ റേറ്റ് ഇക്വേഷൻ അറിയണം. അപ്പോൾ അതിൻ്റെ കോഡ്, ട്രിക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിനകത്ത് സീറോ ഓർഡറിൻ്റെ ഫസ്റ്റ് ഓർഡറിൻ്റെ ഗ്രാഫ് അതുപോലെ തന്നെ അത് പറഞ്ഞു. അപ്പം പിന്നീട് അതിനകത്ത് സൊല്യൂഷൻസ് നിന്ന് പിന്നെ ഐഡിയൽ സൊല്യൂഷൻ, അതിൻ്റെ എക്സാമ്പിൾ, നോൺ ഐഡിയൽ അതിൻ്റെ എക്സാമ്പിൾ, പോസിറ്റീവ്, നെഗറ്റീവ്, അതിൻ്റെ ഗ്രാഫ്, അത്തരം സംഭവങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് അത് പോസിറ്റീവ് കാണിക്കുന്നു, എന്തുകൊണ്ട് നെഗറ്റീവ് കാണിക്കുന്നു എന്നാണ് എപ്പോഴും ചോദിക്കാറുള്ളത്. ഒരു എക്സാമ്പിളുകൾ വെച്ചിട്ട് അതും പഠിച്ചേക്കിടാം. ദെൻ വിറ്റമിൻ ഡെഫിഷ്യൻസി, ഇതിപ്പോൾ സ്കർവി ഏത് വിറ്റമിൻ്റെ ഡെഫിഷ്യൻസിയാണ് സ്കർവി ഉണ്ടാക്കുന്നത് എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിനകത്ത് വിറ്റമിൻ ഡെഫിഷ്യൻസീസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ചാപ്റ്ററും നമുക്ക് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് പറയാം. ഇപ്പോൾ ഇതിനകത്ത് ഹെൻറീസ് ലോ, നിങ്ങൾക്കറിയാം സൊല്യൂഷൻസിൽ എന്താണ് ഹെൻറീസ് ലോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് മസ്റ്റ് പഠിച്ചു വെക്കുക. പിന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻ, പിന്നെ നിങ്ങൾ ഐഡിയൽ സൊല്യൂഷൻ നിങ്ങൾ ഓൾറെഡി അറിയാമല്ലോ, റൗൾസ് ലോ, ഐഡിയൽ സൊല്യൂഷനുമായി ബന്ധപ്പെട്ട നിയമം റൗൾസ് ലോ അറിയണം. പിന്നെ അതിൽ പോസിറ്റീവ് ഡീവിയേഷൻ, നെഗറ്റീവ് ഡീവിയേഷൻ, അതായത് നോൺ ഐഡിയൽ, പിന്നെ അതിൻ്റെ ഗ്രാഫ്, അതിൻ്റെ എക്സാമ്പിളുകൾ പറഞ്ഞു. പിന്നെ നിങ്ങൾക്ക് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി, ഓരോ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയും അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഓസ്മോട്ടിക് പ്രഷർ. എന്തുകൊണ്ടാണ് ഓസ്മോട്ടിക് പ്രഷർ അതിനകത്ത് ബെസ്റ്റ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആകുന്നത് മൊളിക്കുലാർ മെത്തേഡ് എസ്റ്റിമേറ്റ് ചെയ്യാൻ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ അതിൻ്റെ ഇക്വേഷൻ പഠിച്ചു വെക്കണം. നിങ്ങൾ ന്യൂമറിക്കലാന്ന് വിചാരിച്ച് കളയരുത്. കാരണം അതിൽ ഇക്വേഷൻ എഴുതി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോലും അതിനകത്ത് മാർക്ക് കിട്ടും. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സെൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡാനിയൽ സെല്ല്, നേൺസ്റ്റ് ഇക്വേഷൻ, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മസ്റ്റായിട്ടും അതിനകത്ത് പഠിച്ചു പോകണം. അപ്പം അതിനകത്ത് ഡാനിയൽ സെല്ലിൻ്റെ അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് EMF കാണാൻ, E0 കാഥോഡ് മൈനസ് ആനോഡ് സംഭവങ്ങൾ, അതുപോലെ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ, അതിലിപ്പം ഇതിനകത്ത് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ നിങ്ങൾ എക്സാമ്പിൾ അടക്കം അതിനകത്ത് പറഞ്ഞു പോകണം. അതുപോലെ തന്നെ ഫസ്റ്റ് ഓർഡറിൻ്റെ TF കാണാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. TF കാണാനുള്ള പ്രോബ്ലം, TF = 0.693/K എന്നുള്ള സംഭവം. പിന്നെ നിങ്ങൾ അതിനകത്ത് കൈനറ്റിക്സ് ആണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ട ചാപ്റ്റർ എന്നാണ് പറയുക. കാരണം ഭയങ്കര സിമ്പിളാണ്. അതിനകത്ത് നിങ്ങൾ സ്യൂഡോ ഓർഡർ പഠിക്കാം, അറേനിയസ് ഇക്വേഷൻ പഠിക്കാം, ഫസ്റ്റ് ഓർഡറിൻ്റെ സെക്കൻഡ് ഓർഡറിൻ്റെ ഗ്രാഫ് പഠിക്കാം, അതിൻ്റെ ഇക്വേഷൻ പഠിക്കാം, TF പഠിക്കാം. പിന്നെ ആക്ടിവേഷൻ എനർജിയുടെ പ്രോബ്ലംസും ഉണ്ട്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അപ്പോൾ കൈനറ്റിക്സ് ഞാൻ ഏതൊക്കെയാണ് പറഞ്ഞു, സൊല്യൂഷനും പറഞ്ഞു. ഇനി ഇലക്ട്രോ കെമിസ്ട്രിയിൽ ഇമ്പോർട്ടൻ്റ് പറയാം. അതിന് മുന്നേ ആലോ ആൽക്കീൻസ് ആൻഡ് ആലോറീൻസ്, അവിടെ SN1 SN2 ആണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ അതിലെ നെയിം റിയാക്ഷൻസ്, ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻസ്, വുഡ്സ് റിയാക്ഷൻസ്, വുഡ്സ് ഫിറ്റിഗ്, ആ സംഭവങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഹാലോ അറീൻസ് എന്തുകൊണ്ടാണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ അതിനകത്ത് നടക്കാത്തത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കാറുണ്ട്. പിന്നെ ഫിംഗൽസ്റ്റീനി ഫിറ്റിഗൊക്കെ ആ ചാപ്റ്റർ എന്നുള്ളതാണ്. പിന്നെ ഫീനോൾ, അതിനകത്ത് അസിഡിക് ബിഹേവിയർ എന്തുകൊണ്ടാണ്, അതിൻ്റെ റീസണ് കാര്യങ്ങൾ, അത് നമ്മളിവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ, ഫീനോൾ റിയാക്ട് വിത്ത് NaOH ഫോം സോഡിയം ഫിനോക്സൈഡ്, അത് ഏത് ക്യാരക്ടറാണ്, അസിഡിക് ക്യാരക്ടറാണ്, അതിൻ്റെ റീസണ് കാര്യങ്ങളുണ്ട്, അത് പറയണം. പിന്നെ അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ടോളറൻസ് റിയേജൻറ്റ്, അത് ഈ ഒരു നമ്മുടെ ആൽഡിഹൈഡ് കീറ്റോണിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോളറൻസ് റിയേജൻ്റ് ആണ്. അതിൽ തന്നെ ആൽഡിഹൈഡ് കീറ്റോൺസ് ഏതാണ് ടോളറൻസ് ടെസ്റ്റ് തരുന്നത് സംഭവം, അതുപോലെ ഫെലിങ്സ് ടെസ്റ്റിൻ്റെ കാര്യങ്ങൾ അതൊക്കെ പഠിച്ചു വെക്കണം. പിന്നെ അമീൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഹിൻസ്ബർഗ് ആണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത്. അതിൽ തന്നെ പ്രൈമറി അമീന്, സെക്കൻഡറി അമീന്, ടെർഷറി അമീനുകൾ എങ്ങനെ ഡിറ്റക്ട് ചെയ്യുമെന്നുള്ള സംഭവം അതിനകത്ത് പഠിക്കണം. പിന്നെ ഇവിടെ നമ്മൾ ഇതിൻ്റെ ഐഡിയൽ സൊല്യൂഷനും അതുമായി ബന്ധപ്പെട്ട ലോയുമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ദെൻ ഐഡൻറ്റിഫൈ പ്രോപ്പർട്ടീസ് ഓഫ് ഐഡിയൽ സൊല്യൂഷൻ വിത്ത് നെഗറ്റീവ് ഡീവിയേഷൻ്റെ പ്രോപ്പർട്ടീസ് ആണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ അതൊക്കെ പഠിക്കുക, അതെല്ലാം പഠിക്കണം. പിന്നെ ഇലക്ട്രോ കെമിസ്ട്രിയിലാണെങ്കിൽ നിങ്ങൾക്കറിയാം മോളാർ കണ്ടക്ടിവിറ്റി, അതിൻ്റെ ഗ്രാഫ്, സ്ട്രോങ്ങിന്, വീക്കിന്, സ്ട്രോങ്ങിൻ്റെ ഇക്വേഷൻ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ കോൾറാഷസ് ലോ ഇമ്പോർട്ടൻ്റ് ആണ്, അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലം ചെയ്യാനുണ്ടാകും. പിന്നെ അതിനകത്ത് നമ്മുടെ പ്രൈമറി ബാറ്ററി, സെക്കൻഡറി ബാറ്ററി തന്നെ ലെഡ് സ്റ്റോറേജ് ബാറ്ററി, പിന്നെ ഹൈഡ്രജൻ ഓക്സിജൻ സെല്ല് വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കൊറോഷൻ്റെ ഇലക്ട്രോ കെമിക്കൽ ഫിനോമിന, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അത് നിങ്ങൾ പഠിച്ചു പോകണം. അതുപോലെ നേൺസ്റ്റ് ഇക്വേഷൻ കാര്യങ്ങൾ, പിന്നെ ഡാനിയൽ സെല്ലിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, അതെ. പിന്നെ അതിനകത്ത് ΔG = NF × E0 എന്ന് പറഞ്ഞിട്ട് സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജിയുമായി ബന്ധപ്പെട്ട ഗിബ്സ് എനർജി ചേഞ്ചിൻ്റെ ഇക്വേഷൻ ഉണ്ട്, അത് എപ്പോഴും ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇവിടെ നമുക്ക് ആക്ടിവേഷൻ എനർജിയുടെ ഒരു പ്രോബ്ലമാണ് ഈ ഒരു 18ാമത്തെ ക്വസ്റ്റൻ, അത് നിങ്ങൾ മസ്റ്റായിട്ട് കൈനറ്റിക്സിൽ പഠിക്കണം എന്ന് പറഞ്ഞു. പിന്നെ DNF-ൽ ലാന്തനോയിഡ് കൺട്രാക്ഷന്, പിന്നെ ഓരോ അയൺസിൻ്റെ കോൺഫിഗറേഷൻ നോക്കിയിട്ട് കളേർഡ് ആണോ കളേർഡ് അല്ലോ എന്നുള്ള രീതിയിൽ ചോദിക്കാം. അതുപോലെ തന്നെ അതിനകത്ത് ബ്രോൺസ്, ബ്രാസ്, മിഷ് മെറ്റൽ, അതിൻ്റെയൊക്കെ കോമ്പോസിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ
CR2+, അതുപോലെ തന്നെ MN3+, അതിൽ ഓക്സിഡൈസിങ് റെഡ്യൂസിങ് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വരാറുണ്ട്. പിന്നെ പൊട്ടാസ്യം ഡൈക്രോമേറ്റിൻ്റെ പ്രിപ്പറേഷനും പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ പ്രിപ്പറേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിനകത്ത് ഞാൻ പറഞ്ഞു ഹൈബ്രിഡൈസേഷൻ, അതിനകത്ത് കോർഡിനേഷൻ കോമ്പൗണ്ടിൽ ഹൈബ്രിഡൈസേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ IUPAC നെയിമിങ് ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷേ അത് രണ്ടിൻ്റെയും ഹൈബ്രിഡൈസേഷൻ്റെയും IUPACൻ്റെയും വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഏറ്റവും സിമ്പിൾ ആക്കിയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്യാം. പിന്നെ ഇതിനകത്ത് വെർണേഴ്സ് തിയറി ഇമ്പോർട്ടൻ്റ് ആണ്, ഡബിൾ സാൾട്ടിൻ്റെ സംഭവങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ ചോദിക്കാൻ വേണമെങ്കിൽ ഇത് കോൾബ്സ് റിയാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോൾബും പ്രൈമർ ടീമാനും ആൽക്കഹോളിൽ നമുക്കറിയാം. പിന്നെ ആൽക്കഹോളിൽ ബോയിലിംഗ് പോയിന്റ് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതിനകത്ത് കീറ്റോൺസ് ആൽഡിഹൈഡ്സ് ആർ മോർ റിയാക്റ്റീവ് എന്തുകൊണ്ടാണ് ചോദിക്കാറുണ്ട്. ഹെൽ വോൾഹാർഡ് സെലിൻസ്കി HBZ റിയാക്ഷൻ അതിന് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അനിലിൻ അമോണിയക്ക് അനിലിൻ എന്താണ് ലെസ് ബേസിക് ആണ്, എന്തുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാർബൈലമീൻ റിയാക്ഷൻ ചോദിക്കാറുണ്ട്, അതിന് ഗബ്രിയൽ താലിമൈഡ് ചോദിക്കാറുണ്ട്. ഓഫ്മാൻ ബ്രോമോമൈഡ് ഡീഗ്രഡേഷൻ ചോദിക്കാറുണ്ട്. പിന്നെ കപ്ലിംഗ് റിയാക്ഷൻ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ അതിനകത്ത് നമ്മുടെ ഡയാസോട്ടൈസേഷൻ റിയാക്ഷന്, സാൻമേയസ് റിയാക്ഷന്, അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ആ ചാപ്റ്ററിൽ. പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്സിൽ അതിനകത്ത് പ്രോട്ടീൻസിൻ്റെ ക്ലാസിഫിക്കേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, പക്ഷേ കാർബോഹൈഡ്രേറ്റിൻ്റെയും ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രോട്ടീൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഷേപ്പ്, ഗ്ലോബുലാർ ഫൈബ്രസ്, അത് മസ്റ്റായിട്ട് പഠിച്ചു വെക്കുക. DNA RNA ഡിഫറൻസ് പഠിച്ചു വെക്കുക. പിന്നെ എസെൻഷ്യൽ നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് അതിനകത്ത് പഠിച്ചു വെക്കുക. പിന്നെ അനിലിൻ്റെ അതിനകത്ത് നമ്മൾ അമീൻസിൽ അതിൻ്റെ ഓർഡർ ഉണ്ടല്ലോ, ബേസിക് സ്ട്രെങ്ത്തിൻ്റെ ടെർഷറി, സെക്കൻഡറി, പ്രൈമറി, അത് ഗ്യാഷ്യസ് വേസ്, അക്വസ് വേസ്, അത് മസ്റ്റായിട്ട് പഠിച്ചു വെക്കുക. പിന്നെ അതിനകത്ത് പിന്നെ നമുക്ക് നെയിം റിയാക്ഷൻസ് ആണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം. പിന്നെ ക്വാളിറ്റേറ്റീവ് പ്രോപ്പർട്ടി എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. പിന്നെ ഫ്യൂവൽ സെല്ല് H2O2 ഡയഗ്രാം വരയ്ക്കാനും അതിൻ്റെ സെൽ റിയാക്ഷനും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് കോർഡിനേഷൻ കോമ്പൗണ്ടിൽ സ്ട്രക്ചറൽ ഐസോമർസും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ എന്താ പറയുക ജോമെട്രിക്കൽ ഐസോമർ വരയ്ക്കാൻ സിസ്, ട്രാൻസ്, അതുപോലെ തന്നെ അതിനകത്ത് ഫാക്ക് ഐസോമർ, മിർ ഐസോമർ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ. പിന്നെ അതിൽ മെറ്റൽ കാർബണിൽ ബോൺസ് ചോദിക്കാം. അതുപോലെ കോർഡിനേഷൻ കോമ്പൗണ്ടിൻ്റെ അതിനകത്ത് വാലൻസ് ബോണ്ട് തിയറിയുടെ ഡീമെറിറ്റ്സ് ചോദിക്കാം. ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ പിന്നീട് ഇതിനകത്ത് ഇവിടെ സാലിസിലിക് ആസിഡ് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഡീനാച്ചുറേഷൻ ഓഫ് ആൽക്കഹോൾ, അതുപോലെ തന്നെ നമ്മുടെ വില്യംസൺ ഈതർ സിന്തസിസ് അതിനകത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിനകത്ത് പിന്നീട് വന്നിരിക്കുന്നത് നമ്മുടെ അതുപോലെ തന്നെ HCN-ലേക്ക് നമ്മുടെ ആൽഡിഹൈഡിലോട്ട് HCN-ന്റെ ന്യൂക്ലിയോഫിലിക് അഡിഷൻ റിയാക്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ആൽഡോൾ കണ്ടൻസേഷൻ, കന്നിസാരോ റിയാക്ഷൻ. അപ്പം അതിനകത്ത് ഒരുപാട് നെയിം റിയാക്ഷൻസ് ഉണ്ട്. നമ്മുടെ ഹൈഡ്രോ കാർബൺ ഉണ്ടാക്കുന്ന റിയാക്ഷൻസ് അതെല്ലാം അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം വോൾഫ് കിഷ്ണർ റിഡക്ഷൻ, അതുപോലെ തന്നെ നമ്മുടെ അപ്പോൾ ഇത്തരം റിയാക്ഷൻസ് ഒക്കെ വോൾഫ് കിഷ്ണറും ഒന്നുകൂടി ഉണ്ടല്ലോ അതിന് ക്ലമൻസൺ റിഡക്ഷൻ. അപ്പോൾ ക്ലമൻസൺ റിഡക്ഷൻ, വോൾഫ് കിഷ്ണർ റിഡക്ഷൻ ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതെല്ലാം അപ്പോൾ നിങ്ങൾ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ നമ്മുടെ ബാച്ച് കാര്യങ്ങളുണ്ട്, അതിൽ ജോയിൻ ആകാൻ ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. 77 36 70 70 45. അപ്പോൾ ചാപ്റ്റർ വൈസ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ മസ്റ്റായിട്ടും പഠിച്ചു വെക്കേണ്ടതാണ്. അപ്പോൾ ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.